ട്രംപിന്റെ ഭീഷണിയോട് തെല്ലും പതറില്ല എന്ന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ. യുക്രൈൻ യുദ്ധത്തിൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനോട് ചൊവ്വാഴ്ച പ്രതികരിച്ച റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, അമേരിക്കൻ നേതാവിന്റെ നടപടികളെ നയിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ മോസ്കോ ആഗ്രഹിക്കുന്നുവെന്നും റഷ്യ പുതിയ ശിക്ഷാ നടപടികളെ ചെറുക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്താലും ട്രംപിന്റെ ഉദ്ദേശം നടക്കില്ല എന്നാണ് റഷ്യയോടുള്ള ട്രംപിന്റെ 50 ദിവസത്തെ വെടിനിർത്തൽ അന്ത്യശാസനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലാവ്റോവ് പറഞ്ഞത്. മാത്രമല്ല, ട്രംപിന്റെ പുതിയ ഉപരോധത്തെ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നേരിടാൻ തങ്ങൾക്കാകുമെന്നും നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ യുക്രൈനുമായുള്ള വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ ട്രംപ് വിശേഷിപ്പിച്ച ദ്വിതീയ താരിഫ് എന്ന ഭീഷണിയെ അർഹിക്കുന്ന പരിഗണനയോടുകൂടി തള്ളിക്കളയുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം റഷ്യയെ എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തു ചാടിക്കാനായി ബ്രസീൽ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്ക് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെയുടെ കർശനമായ മുന്നറിയിപ്പ് തുടരുകയാണ്. റഷ്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളുടെ പേരിൽ തീരുവ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയാണ് നാറ്റോ സെക്രട്ടറി നടത്തിയിരിക്കുന്നത്. റഷ്യയുമായി ഇതേ നിലയിൽ വ്യാപാരം തുടർന്നാൽ മേൽപ്പറഞ്ഞ രാജ്യങ്ങൾക്ക് കടുത്ത സാമ്പത്തിക ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് നൽകിയത്. US സെനറ്റർമാരെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച റുട്ടെ, സമാധാന ചർച്ചകൾ ഗൗരവമായി എടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സമ്മതത്തിലാക്കണമെന്ന് ചൈന, ഇന്ത്യ, ബ്രസീൽ എന്നിവിടങ്ങളിലെ നേതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ നിന്നും ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഈ 3 രാജ്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് നാറ്റോ മുഖേന US ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ്. റഷ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ രാജ്യങ്ങളുടെ നേരിട്ടുള്ള ഇടപെടലുകളും നാറ്റോ തേടുകയുണ്ടായി. അതുകൊണ്ട് ദയവായി വ്ളാഡിമിർ പുടിനെ വിളിച്ച് സമാധാന ചർച്ചകൾ ഗൗരവമായി എടുക്കണമെന്ന് പറയുക. അല്ലാത്ത പക്ഷം ഇത് ബ്രസീലിനും ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ വലിയ തോതിൽ തിരിച്ചടിയാകും എന്നായിരുന്നു റുട്ടെ പറഞ്ഞത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനിന് പുതിയ സൈനിക പിന്തുണ പ്രഖ്യാപിക്കുകയും റഷ്യയ്ക്കും അവരുടെ വ്യാപാര പങ്കാളികൾക്കും മേൽ തീരുവകൾ വർദ്ധിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് നാറ്റോ നേതാവിന്റെ പരാമർശം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. റഷ്യയുടെ വ്യോമാക്രമണങ്ങളെ ചെറുക്കുന്നതിന് സുപ്രധാനമെന്ന് കീവ് കരുതുന്ന പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങൾ പോലുള്ള നൂതന ആയുധങ്ങൾ അയക്കുന്നതും ട്രംപിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വൈറ്റ് ഹൗസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ഇടയ്ക്ക് ഒന്ന് താഴ്ന്ന യുക്രൈൻ മനോവീര്യം പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതിനിടെ നിയന്ത്രണങ്ങളുടെ ഭാഗമായി റഷ്യൻ കയറ്റുമതിക്ക് 100% തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും 50 ദിവസത്തിനുള്ളിൽ യുക്രൈനുമായി സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്ന രാജ്യങ്ങൾക്ക് മേൽ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്താനുള്ള പദ്ധതികൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് നാറ്റോ ഏറ്റുപിടിച്ചിരിക്കുന്നത്. റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ, ചൈന, തുർക്കി എന്നിവ ഉൾപ്പെടുന്നുവെന്നും ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയാൽ ഈ രാജ്യങ്ങൾക്ക്, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യക്ക്, ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതിനിടെയാണ് നാറ്റോയും സമാന നിലപാട് പ്രഖ്യാപിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.